Hi all, welcome to NETC. Today's topic is phylum Arthropoda and phylum Mollusca. Let's start. Phylum Arthropoda. ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ്. ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം ആനിമേലിയ. കാരണം എന്താണ്? ഇതിലെ മെമ്പേഴ്സ് ഇൻസെക്ട്സ് ആണ്. നമ്മൾ ഭൂമിയിലെ എല്ലാ സ്പീഷീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2/3 ആർത്രോപോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കിങ്ഡം അനിമേലിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. ഇൻസെക്ട്സ് ആണ് ഇതിലെ മെമ്പേഴ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, സ്കോർപ്പിയോൺ ആയിക്കോട്ടെ, അതുപോലെ പ്രോൺ, എല്ലാം ഇതിൽ വരുന്ന മെമ്പേഴ്സ് ആണ്. ഇനി ഫൈലം ആർത്രോപോഡയ്ക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ടും ഓരോ ഓർഗൻ സിസ്റ്റം തന്നെ ഉണ്ട്. ഓർഗൻസ്, ഒരു ഓർഗനും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷൻ ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഇവർക്കുണ്ട്. ഇവർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. കാരണം നമ്മൾക്ക് ഇവരുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ പ്ലെയിനിലൂടെ ഇവരെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ സ്കോർപ്പിയോൻ്റെ പിക്ചറിലായാലും ഈക്വൽ ഹാഫ്സ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഞാൻ വരച്ച ഈ ഒരു പ്ലെയിനിൽ കൂടി തന്നെ നമ്മൾ അവരെ കട്ട് ചെയ്യണം. അല്ലാതെ മറിച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ അൺഈക്വൽ ഹാഫ്സ് ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ബോഡിയുടെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒറ്റൊരു പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താൽ മാത്രമേ ഇവരുടെ 2 ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറയുന്നത്. ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതായത് ഇവർക്ക് 3 ജേം ലെയേഴ്സ് ഉണ്ട്. ജേം ലെയേഴ്സ് ഏതൊക്കെയാണ്? എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. ഏറ്റവും ഔട്ടറായിട്ട് എക്ടോഡം, പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് എന്താണുള്ളത്? എൻഡോഡം ഉണ്ട് ഏറ്റവും ഉള്ളിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് കാണപ്പെടുന്നതാണ് മീസോഡം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവർ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയാം. ഫൈലം ആർത്രോപോഡയുടെ മെമ്പേഴ്സിന് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയാണുള്ളത്. ഇനി ഇവരുടെ പ്രത്യേകത നമ്മൾ ഈ പിക്ചറിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം. എന്താണ്? ഈ പ്രോണിൻ്റെ പിക്ചർ ആയാലും സ്കോർപ്പിയോൺ, ഇതിൻ്റെയൊക്കെ പിക്ചർ നോക്കൂ, ബട്ടർഫ്ലൈ, എല്ലാത്തിൻ്റെയും പിക്ചർ നോക്കിയാൽ ഇവരുടെ ബോഡി സെഗ്മെൻറ്റഡ് ആണെന്ന് മനസ്സിലാവും. അതായത് ഓരോരോ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്താണ് ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇവർ എന്താണ്? സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതുപോലെ തന്നെ ഇവർക്കൊരു ബോഡി ക്യാവിറ്റി ഉണ്ട്. അതിനെ മീസോഡമാണ് ലൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ നമുക്ക് സീലോമേറ്റ് ആനിമൽസ് എന്ന് വിളിക്കാം. സീലോമേറ്റ്സും ആണ്. ഇനി നമ്മൾ പ്രോണിനെ ആയാലും അല്ലെങ്കിൽ സ്കോർപ്പിയോണിനെ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവരുടെ ബോഡിയെ കവർ ചെയ്ത് ഒരു എക്സോസ്കെലിട്ടൺ കാണാൻ പറ്റും. എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പുറമേ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് എക്സോ എന്ന് പറയുന്ന വേർഡ് വന്നത്. അപ്പം ബോഡിയുടെ പുറമേ ഒരു സ്കെലിട്ടൺ കാണാൻ പറ്റും. ഇത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ഉണ്ട്. നമ്മൾ പ്രോണൊക്കെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നേരം ഈ എക്സോസ്കെലിട്ടൺ പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ സ്കോർപ്പിയോൻ്റെ ആയാലും അറിയാം പുറമേ ഒരു കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ഉണ്ട്. ഇവരുടെ ബോഡിക്ക് ഇനി 3 പാർട്സ് ഉണ്ട്. അതായത് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, ഇങ്ങനെ 3ആയിട്ട് ഇവരുടെ ബോഡിയെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരു ഹെഡ് ഉണ്ടായിരിക്കും, അതുപോലെ തൊറാക്സ് ഉണ്ടായിരിക്കും, അബ്ഡോമനും ഉണ്ടായിരിക്കും. ഇനി ഫൈലം ആർത്രോപോഡയ്ക്ക് ആർത്രോപോഡ എന്ന് എങ്ങനെയാണ് പേര് വന്നത്? ആർത്രോപോഡ എന്നുള്ളതിൻ്റെ മീനിങ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നാണ്. ആർത്രോസ് എന്ന് മീൻ ചെയ്താൽ ആർത്രോസിൻ്റെ അർത്ഥം ജോയിൻ്റ് എന്നാണ്. ഇനി പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻഡേജസ് എന്നാണ് അർത്ഥം. അപ്പം ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർത്രോപോഡ എന്ന് വിളിക്കുന്നത്. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ ശ്വസനത്തിനുള്ള ഓർഗൻസ് ഒന്നുകിൽ ഗിൽസ് ആവാം, ഇല്ലെങ്കിൽ ബുക്ക് ഗിൽസ് ആവാം, അല്ലെങ്കിൽ ബുക്ക് ലങ്സ് ആകാം, അതുമല്ലെങ്കിൽ ട്രക്കിയൽ സിസ്റ്റം ആകാം. നമുക്കൊക്കെ ട്രക്കിയൽ സിസ്റ്റമാണ് ഉള്ളത്. ലങ്സും അതിനോട് കൂടി ഒരു ട്രക്കിയൽ സിസ്റ്റമാണ് ഹ്യൂമൻസിനുള്ളത്. ആർത്രോപോഡ്സിന് എന്താണ്? ഗിൽസ് ഓർ ബുക്ക് ലങ്സ് ഓർ ട്രക്കിയൽ സിസ്റ്റം.
സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. കാരണം ഇവർക്കൊരു ഹാർട്ടുണ്ട്. എന്നിട്ട് ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എങ്ങനെയാണ് ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ആ ബ്ലഡിൽ ബാത്ത് ചെയ്തിട്ടാണ് സെൽസും ടിഷ്യൂസും ഓർഗൻസും എല്ലാം ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ക്ലോസ്ഡ് ടൈപ്പാണ്. അതായത് ഹാർട്ടിലും ബ്ലഡ് വെസൽസിൽ കൂടി മാത്രമാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ആർത്രോപോഡയ്ക്ക് ഓപ്പൺ ടൈപ്പാണ്. ഇനി ആർത്രോപോഡയ്ക്ക് കുറച്ച് സെൻസറി ഓർഗൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ അത് ഏതൊക്കെയാണ്? ആൻറ്റിന ഉണ്ട്. നമ്മൾ പ്രോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നീണ്ട് 2 കൊമ്പ് പോലെ ഇരിക്കില്ലേ, അതാണ് ആൻറ്റിന എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആൻറ്റിനാസ് അവരുടെ സെൻസറി ഓർഗൻസ് ആണ്. അതുപോലെ ഐസ് ഉണ്ട്. ഐസ് തന്നെ കോമ്പൗണ്ട് ഐസും ആകാം അല്ലെങ്കിൽ സിമ്പിൾ ഐസും ആകാം. പിന്നെ ബാലൻസിങ് ഓർഗൻസ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് സ്റ്റാറ്റോസിസ്റ്റ്. ബാലൻസിങ് ഓർഗൻ ആണ് സ്റ്റാറ്റോസിസ്റ്റ്. അപ്പോൾ ഏതൊക്കെ സെൻസറി ഓർഗൻസ് ആണുള്ളത്? ആർത്രോപോഡയ്ക്ക് ഒന്നുകിൽ ആൻറ്റിന ഉണ്ടാവും, അതുപോലെ ഐസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റും ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നതാണ് ബാലൻസിങ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ എക്സ്ക്രീഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസിലൂടെയാണ്. എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അതായത് ഇവരുടെ ബോഡിയിൽ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ മാൽപീജിയൻ ട്യൂബ്യൂളാണ് ബോഡിയുടെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി ആണെന്ന് പറയുന്നത് പോലെ ആർത്രോപോഡയുടെ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇനി ഇവർ ഡയേഷ്യസ് ആണ്. അതായത് മെയിലും ഫീമെയിലും 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലാണ് ഉള്ളത്. ഫെർട്ടിലൈസേഷൻ സാധാരണ ഇന്റേണൽ ആണ്. ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ഇവർ കൂടുതലും ഒവിപാരസ് ആണ്. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയിടുന്നവരെയാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും ഇതിലെ മെമ്പേഴ്സൊക്കെ മുട്ടയിടാറാണ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് നമ്മൾ ബട്ടർഫ്ലൈയെ ആലോചിച്ചാൽ മതി. ബട്ടർഫ്ലൈ ആകുമ്പോൾ ആദ്യം എന്താണ്? അതിനൊരു ലാർവൽ സ്റ്റേറ്റ് ഉണ്ടല്ലേ. പക്ഷേ ഈ ലാർവൽ സ്റ്റേറ്റിന് ബട്ടർഫ്ലൈനുമായിട്ട് കാണുമ്പം എന്തെങ്കിലും റിസംബ്ലൻസ് ഉണ്ടോ? ഇല്ല. അതൊരു പുഴുവിനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കതിനെ കണ്ട ഒരു മെച്ചുറായിട്ടൊരു ബട്ടർഫ്ലൈ ആയ അഡൾട്ടിനെ പോലെ യാതൊരു സാദൃശ്യവും ഇല്ല. അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു അഡൾട്ടുമായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ലാത്ത ഒരു ലാർവൽ സ്റ്റേജിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആർത്രോപോഡയുടെ ഡെവലപ്മെന്റ് ചില ഓർഗാനിസത്തിൽ ഡയറക്റ്റും ഉണ്ട്, ചിലരിൽ ഇൻഡയറക്റ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ചില ഇൻസെക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അപ്പിസ് അല്ലെങ്കിൽ ഹണിബി, ബോംബിക്സ്, സിൽക്ക് വേം, ലാസിഫർ അല്ലെങ്കിൽ ലാക്ക് ഇൻസെക്റ്റ്. അടുത്ത വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസീസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നവർ, അസുഖങ്ങളൊക്കെ പരത്തുന്ന ആൾക്കാരെയാണ് വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടുതലും മോസ്കിറ്റോസ് ആണ്, കൊതുകുകളാണ്. അപ്പം അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലെക്സ് മോസ്കിറ്റോ, ഈഡിസ് മോസ്കിറ്റോ. ഇനി ഗ്രിഗേറിയസ് പെസ്റ്റ്, അതായത് നമ്മുടെ എന്താ കീടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ള കീടങ്ങൾ. അതിന് എക്സാമ്പിളാണ് ലൊക്കസ്റ്റ. ഇതിനെ ലൊക്കസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലിമുലസിനെയാണ്. ഇതിൻ്റെ കോമൺ നെയിം കിങ് ക്രാബ് എന്നാണ്. അപ്പോൾ ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ ലിമുലസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. അതിൻ്റെ കോമൺ നെയിമാണ് കിങ് ക്രാബ്. ഇവരൊക്കെയാണ് ആർത്രോപോഡിൻ്റെ എക്സാമ്പിൾസ്. അടുത്തതാണ് ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്കയുടെ പ്രത്യേകത, ഇവരാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലം. ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡ, സെക്കൻഡ് ലാർജസ്റ്റ് മൊളസ്കയാണ്. ഇവർ കരയിൽ കാണുന്നവരും ഉണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നവരും ഉണ്ട്. അതുപോലെ കടലിൽ ജീവിക്കുന്നവരും ഉണ്ട്, ശുദ്ധജലത്തിൽ ജീവിക്കുന്നവരും ഉണ്ട്. ഇവർക്കും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്ലെയിനിൽ കൂടി മുറിക്കുമ്പോൾ മാത്രമാണ് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത്. അതുകൊണ്ട് അവരെ ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറയുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ എന്താണ്? എല്ലാ ഓർഗൻസും ഉണ്ടായിരിക്കുന്നത് 3 ജേം ലെയേഴ്സിൽ നിന്നാണ്. എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. അതുകൊണ്ടാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കൊരു ബോഡി ക്യാവിറ്റി ഉണ്ട്, അതിനെ ലൈൻ ചെയ്യുന്നത് മീസോഡമാണ്. അതുകൊണ്ട് ഇവരെ സീലോമേറ്റ് ആനിമൽസ് എന്ന് വിളിക്കാം.
ഇനി ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു കാൽക്കേറിയസ് ഷെല്ലാണ് ഉള്ളത്. കാൽക്കേറിയസ് ഷെൽ എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ കോമ്പൗണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുറംചട്ട, അതിനെയാണ് കാൽക്കേറിയസ് ഷെൽ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഇങ്ങനെ ശംഖ് അല്ലെങ്കിൽ കക്ക, ഇതൊക്കെ ഈ മൊളസ്കയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം അവരുടെ പുറമെ എന്തുണ്ട്, ഒരു കാൽക്കേറിയസ് ഷെല്ലുണ്ട്. ഇനി ഇവരുടെ ബോഡി എങ്ങനെയാണ്, അൺസെഗ്മെന്റഡ് ആണ്. ആർത്രോപോഡയിൽ നമ്മൾ പറഞ്ഞു സെഗ്മെന്റഡ് ബോഡിയാണെന്ന്, പക്ഷേ മൊളസ്കയുടെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. ഇവരുടെ ബോഡിയിൽ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു ഹെഡ് ഉണ്ടായിരിക്കും, അതുപോലെ മസ്കുലർ ഫൂട്ട് എന്ന് പറയുന്നൊരു പാർട്ട് ഉണ്ടായിരിക്കും, പിന്നെ വിസറൽ ഹമ്പ് എന്ന് പറയുന്നൊരു പാർട്ടും ഉണ്ടായിരിക്കും. ഹെഡുണ്ട്, മസ്കുലർ ഫൂട്ടുണ്ട്, വിസറൽ ഹമ്പും ഉണ്ട്. ഇനി ഈ വിസറൽ ഹമ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സ്കിന്നിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതായത് ആ ലെയർ വളരെ സോഫ്റ്റും സ്പോഞ്ചിയും ആയിരിക്കും. ഇത് വിസറൽ ഹമ്പിൻ്റെ മുകളിലായിട്ട് ഒരു മാൻഡിൽ ഫോം ചെയ്യും. വിസറൽ ഹമ്പിൻ്റെ മുകളിലായിട്ട് ഒരു മാൻഡിലുണ്ട്. ഈ മാൻഡിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ വിസറൽ ഹമ്പിൻ്റെ മാൻഡിലിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു ക്യാവിറ്റിയെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. അതിനെയാണ് മാൻഡിൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. വിസറൽ ഹമ്പിൻ്റെയും മാൻഡിലിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള സ്പേസിനെയാണ് മാൻഡിൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ മാൻഡിൽ ക്യാവിറ്റിയിൽ എന്താണ്, വളരെ നേർത്ത അല്ലെങ്കിൽ ഫെദർ ലൈക്ക് ഗിൽസ് ഉണ്ട്. വളരെ നേർത്ത, നമ്മുടെ ഈ തൂവൽ പോലൊക്കെ ഇരിക്കുന്ന അത്രയ്ക്ക് നേർത്തതാണ്. അങ്ങനെയുള്ള ഗിൽസ് ഉണ്ട് മാൻഡിൽ ക്യാവിറ്റിയിൽ. ഈ ഗിൽസ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്, ഗിൽസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഗിൽസ് ആണ് മൊളസ്കയുടെ റെസ്പിറേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ശ്വസനത്തിനും അതുപോലെ വിസർജനത്തിനും, വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ ശ്വസിക്കുന്നതിനും റെസ്പിറേഷനും ഗിൽസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഗിൽസ് എവിടെയാണ്, മാൻഡിൽ ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. മാൻഡിൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വിസറൽ ഹമ്പിൻ്റെയും മാൻഡിലിൻ്റെയും ഇടയ്ക്കിരിക്കുന്ന ഒരു സ്പേസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇവർക്കൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഉണ്ട്. ഈ ഹെഡിൻ്റെ ആൻറ്റീരിയർ റീജിയണിൽ അല്ലെങ്കിൽ ഹെഡിൻ്റെ ആ ഒരു മുൻഭാഗത്തായിട്ട് കുറച്ച് സെൻസറി ടെൻറ്റക്കിൾസിനെ കാണാൻ പറ്റും. അതായത് അവർക്ക് സെൻസേഷൻസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സെൻസറി ടെൻറ്റക്കിൾസ്. ഇത് ഹെഡിൻ്റെ ആൻറ്റീരിയർ പോർഷനിലാണ് കാണപ്പെടുന്നത്. ഇവരുടെ മൗത്തിൽ ഒരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, അതിനെയാണ് റാഡുല എന്ന് വിളിക്കുന്നത്. ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, അതാണ് റാഡുല എന്ന് വിളിക്കുന്നത്. ഈ റാഡുലയുടെ ഹെൽപ്പോട് കൂടിയാണ് ഇവരുടെ ഫീഡിങ് നടക്കുന്നത്. അതായത് ഇവർ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത്, ഫീഡിങ് നടത്തുന്നത് റാഡുലയുടെ ഹെൽപ്പോടെയാണ്. മൊളസ്കയും ഡയേഷ്യസ് ആണ്, അതായത് സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഒവിപാരസ് ആണ്, അതായത് മുട്ടയിടുന്നവരാണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്, അത് അഡൾട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ്, പൈല അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ, അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ, പിങ്ക് ടാഡ അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ, സെപ്പിയ കട്ടിൽ ഫിഷ്, ലൊലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ് ഓർ ഡെവിൾ ഫിഷ്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ. അപ്ലൈസിയ ഓർ സീ ഹെയർ, ഡെൻഡാലിയം ഓർ ടസ്ക് ഷെൽ, കീറ്റോപ്ലൂറ ഓർ കൈറ്റൺ. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഫൈലത്തിലും ഇങ്ങനെ അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. അപ്പം മിക്ക ഫൈലത്തിലും ആ ഒരു ഓർഗാനിസത്തിൻ്റെ കോമൺ നെയിമും അതുപോലെ അതിൻ്റെ അല്ലാത്ത സയൻറ്റിഫിക് നെയിമും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് രണ്ട് നെയിമും കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പേരും രണ്ടും കൃത്യമായിട്ട് പഠിക്കണം. കാരണം എക്സാംസിനൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ടാക്കി വെക്കുക. ഇനി പെട്ടെന്നൊരു റിവിഷൻ നടത്താം. ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജസ്റ്റ് ഫൈലമാണ്. മൊളസ്ക സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. ഇനി ആർത്രോപോഡയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഇവർ ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്, അതുപോലെ സെഗ്മെന്റഡ് ബോഡിയാണ്. ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കൈറ്റിനസ് എക്സോസ്കെലട്ടൺ ഉണ്ട്. ബോഡിക്ക് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ എന്നീ പാർട്സ് ഉണ്ട്. പിന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ഗിൽസ്, ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ്,
അതുപോലെ ചിലർക്ക് ട്രക്കിയൽ സിസ്റ്റവും കാണപ്പെടുന്നുണ്ട്. സർക്കുലേഷൻ ഓപ്പൺ ടൈപ്പാണ്. ആൻറ്റിന, ഐസ്, സ്റ്റാറ്റോസിസ്റ്റ് മുതലായ സെൻസറി ഓർഗൻസ് ഉണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഡയേഷ്യസ് ആനിമൽസ് ആണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. യൂഷ്വലായിട്ട് ഓവിപാരസ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റും കാണാറുണ്ട്. പിന്നെ ഇവർക്ക് ആർത്രോപോഡ് എന്ന പേര് വരാൻ കാരണം ആ വേർഡ് മീനിങ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നാണ്. ഇവരുടെ ബോഡി അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൊളസ്ക. മൊളസ്കയുടെ പ്രത്യേകത എന്താണ്? ഇവരാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഇവർക്കും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോമേറ്റ്സ് ആണ്. ബോഡിയെ കവർ ചെയ്ത് കാൽക്കേറിയസ് ഷെല്ലാണ് ഉള്ളത്. ഇവർക്ക് ബോഡിയിൽ ഒരു ഹെഡും മസ്കുലർ ഫൂട്ടും അതുപോലെ വിസറൽ ഹമ്പും ഉണ്ട്. ഇനി ഇവർക്ക് ഈ വിസറൽ ഹമ്പിൻ്റെ മുകളിലായിട്ട് മാൻഡിൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വിസറൽ ഹമ്പിനും മാൻഡിലിനും ഇടയ്ക്ക് കാണപ്പെടുന്ന സ്പേസ് ആണ് മാൻഡിൽ ക്യാവിറ്റി. അതിനകത്ത് ഗിൽസ് കാണപ്പെടുന്നുണ്ട്. ഈ ഗിൽസ് ആണ് റെസ്പിറേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ഹെഡിൻ്റെ ആൻറ്റീരിയർ റീജിയണിലായിട്ട് സെൻസറി ടെൻറ്റാക്കിൾസ് കാണപ്പെടുന്നുണ്ട്. മൗത്തിലുള്ള റാഡുല എന്ന് പറയുന്ന ഓർഗൻ വെച്ചിട്ടാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. ഇവരും ഡയേഷ്യസ് ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. അതിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് MCQs ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ആർത്രോപോഡ്സ്. ആർത്രോപോഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ആർത്രോപോഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിവിങ് ഫോസിൽ? ലിവിങ് ഫോസിൽ എന്ന് നമ്മൾ പറഞ്ഞത് ഏതാണ്? ലിമുലസിനെയാണ്, അല്ലെങ്കിൽ കിങ് ക്രാബ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഈസ് കവേർഡ് ബൈ. ആർത്രോപോഡ്സിൻ്റെ ബോഡി എന്തുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കൈറ്റിനസ് എക്സോസ്കെലട്ടൺ വെച്ചിട്ടാണ്. ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ഷെല്ല്, അതായത് കാൽക്കേറിയസ് ഷെല്ല് ആർക്കാണ്? മൊളസ്കയ്ക്കാണ് ഉള്ളത്. പിന്നെ കൈറ്റിനസ് എക്സോസ്കെലട്ടൺ ആണ് ആർത്രോപോഡ്സിനുള്ളത്. ദ റാസ്പിംഗ് ഓർഗൻ പ്രസന്റ് ഇൻ മൊളസ്ക. മൊളസ്കയുടെ മൗത്തിൽ നമ്മൾ പറഞ്ഞു ഒരു റാസ്പിംഗ് ഓർഗൻ ഉണ്ടെന്ന്. അതേതാണ്? റാഡുല. ഇതിൻ്റെ ഹെൽപ്പോടെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ആൻ ആപ്പിൾ സ്നെയിൽ? ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത് ഏത് ഓർഗാനിസം ആണ്? പൈല ഓർ പില, എങ്ങനെയെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ്. ഇതാണ് ഓരോ ഓർഗാനിസത്തിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് ആ നെയിംസ് പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കോളം 1 അപ്പിസ്, ലിമുലസ്, പിങ്ക്ടാഡ, ലൊക്കസ്റ്റ. കോളം 2 പേൾ ഓയിസ്റ്റർ, ലിവിങ് ഫോസിൽ, ഹണി ബി, ഗ്രിഗേറിയസ് പെസ്റ്റ്. അപ്പം നമുക്ക് നോക്കാം. അപ്പിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹണി ബി ആണ്. A3 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം B2 ആണോ B1 ആണോ നോക്കുക. ബി ലിമുലസ്. 1 എന്ന് പറഞ്ഞാൽ പേൾ ഓയിസ്റ്റർ, 2 ലിവിങ് ഫോസിൽ. അപ്പോൾ 2 ലിമുലസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഫോസിലാണ്. അപ്പോൾ B2. സോ ഓപ്ഷൻ എ. C1 ആണോ? പിങ്ക്ടാഡ, പേൾ ഓയിസ്റ്റർ. കറക്റ്റ് ആണ്. ലൊക്കസ്റ്റ, ഗ്രിഗേറിയസ് പെസ്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? മാൻഡിൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ഫെദർ ലൈക്ക് ഗിൽസ്. അപ്പോൾ ഇത് മൊളസ്കയെ പറ്റിയിട്ടുള്ളതാണ്. മൊളസ്കയ്ക്കാണ് ഒരു മാൻഡിൽ ക്യാവിറ്റി ഉള്ളത്. അതിൽ ഫെദർ ലൈക്ക് ഗിൽസ് ആണുള്ളത്. കറക്റ്റ് ആണ്. ഗിൽസ് പെർഫോം റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. ഗിൽസിന് റെസ്പിറേറ്ററി ഫംഗ്ഷനും ഉണ്ട്, എക്സ്ക്രീറ്ററി ഫംഗ്ഷനും ഉണ്ട്. കറക്റ്റ് ആണ്. റാഡുല ഇസ് എ റാസ്പിംഗ് ഓർഗൻ. ഇതും കറക്റ്റാണ്. ഇത് വെച്ചിട്ടാണ് ഇവർ ഫുഡിനെ പിടിച്ച് കഴിക്കുന്നത്. നാലാമത്തത്, മൊളസ്ക്സ് ആർ യൂഷ്വലി ഡയേഷ്യസ് ആൻഡ് ഓവിപാരസ്. മൊളസ്കയിലെ മെമ്പേഴ്സ് സാധാരണ ഡയേഷ്യസ് ആണ്, അതായത് സെക്സസ് സെപ്പറേറ്റ് ആണ്. അതുപോലെ ഓവിപാരസ് ആണ്, മുട്ടയിടുന്നവരാണ്. ഇതും കറക്റ്റാണ്, അതായത് എല്ലാം കറക്റ്റാണ്. ഓപ്ഷൻ സി 1, 2, 3 ആൻഡ് 4 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ആർത്രോപോഡ?
ആർത്രോപോഡെ കുറിച്ചിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? സെൻസറി ഓർഗൻസ് ഇൻക്ലൂഡ് ആൻറ്റിന ആൻഡ് കോമ്പൗണ്ട് ഐ. കറക്റ്റ് ആണ്. ഇവർക്ക് ആൻറ്റിനയും കോമ്പൗണ്ട് ഐയും ഉണ്ട്. കോമ്പൗണ്ട് ഐ ആവണമെന്നില്ല, സിമ്പിൾ ഐസ് ആയാലും കാണും. അതുപോലെ ഇനി മറ്റൊരു സാധനമുണ്ട് സ്റ്റാറ്റോസിസ്റ്റ്, ഇതും ചിലപ്പോൾ കാണാറുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് സെൻസറി ഓർഗൻസ് ആണ് ആൻറ്റിന ആൻഡ് കോമ്പൗണ്ട് ഐ എന്ന്. അത് കറക്റ്റ് ആണ്. ചിലവർക്ക് സിമ്പിൾ ഐ ആണുള്ളത്. പിന്നെ അതുകൂടാതെ ഇവർക്ക് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാലൻസിങ് ഓർഗൻ കൂടിയുണ്ട്. ഇതും സെൻസറി ഓർഗൻ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റാറ്റോസിസ്റ്റർ ബാലൻസിങ് ഓർഗൻസ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ആർത്രോപോഡ്സ് ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ആർത്രോപോഡ്സിന്റെ സെക്സസ് സെപ്പറേറ്റ് ആണെന്ന്. ഇതും കറക്റ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇന്റേണൽ, അതായത് ഫെർട്ടിലൈസേഷൻ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത്. അതും കറക്റ്റ് ആണ്. സോ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി. അപ്പോൾ ഫൈലം ആർത്രോപോഡ ആൻഡ് ഫൈലം മൊളസ്ക, അതിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കുക എല്ലാ ഫൈലത്തിൻ്റെയും. എന്നിട്ട് MCQs ഒക്കെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എക്കൈനോഡെർമേറ്റയെ പറ്റിയും ഹെമികോഡേറ്റയും പറ്റി പഠിക്കാം. താങ്ക് യു.